അവരുടെ താഴെക്കിടയിൽ പറ്റിയ വീഴ്ചയാണെന്നുള്ള രീതിയിലാണ് പലപ്പോഴും മന്ത്രിമാരൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ തന്നെ അത് നാടിനൊരു നൊമ്പരമായിട്ട് മാറി. കാരണം രക്ഷാപ്രവർത്തനത്തിനടക്കാണ് കാണാതാവുന്നത്. രക്ഷിച്ചയാള്, രക്ഷപ്പെട്ടയാള്, ഇദ്ദേഹം രക്ഷപ്പെടുത്തിയയാൾ, അദ്ദേഹം മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടി നാടിന്റെ ശ്രദ്ധയിൽ നല്ല നിലക്കത് കൊണ്ടു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത്തരം ഒരു കാര്യത്തിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം നടപടിയെടുക്കുക എന്നുള്ളതല്ല വരിക. എവിടെയെല്ലാം ശ്രദ്ധിക്കപ്പെടണമോ അവിടെയെല്ലാം ആ ശ്രദ്ധയിലേക്ക് എത്തും. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വരും, സ്വാഭാവികമായിട്ടുള്ള ബന്ധപ്പെടലുകൾ വരും. എന്തായി എന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. എല്ലാം ഉണ്ടായോ എന്താണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അത്രയും ഞാൻ പറഞ്ഞില്ലേ, അത് അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പൊ കൂടുതലായിട്ട് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതില് സാധാരണഗതിയിൽ സംഭവിക്കാൻ പറ്റാത്തൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു. മറ്റൊരാളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ച ഒരു വ്യക്തിയോട് അങ്ങേയറ്റത്തെ അനാദരവുണ്ടായിരിക്കുന്നു. അതിൽ സർക്കാർ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകും. ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ